നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പാക്കേജ്ഡ് കൊമോഡിറ്റി റൂൾസ് 2011. ഇതിലെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ലീഗൽ മെട്രോളജി ജനറൽ റൂൾ 2011 നിലവിൽ വന്ന തീയതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? അതായത് ഒന്നുമില്ല, ലീഗൽ മെട്രോളജി ജനറൽ റൂൾ 2011 നിലവിൽ വന്ന വർഷവും തീയതിയും. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 2011 ഏപ്രിൽ 1. ലീഗൽ മെട്രോളജി ജനറൽ റൂൾ നിലവിൽ വന്നത് 2011 ഏപ്രിൽ 1. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ മെട്രോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം വ്യക്തമാക്കുന്ന പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ മെട്രോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, റാഞ്ചി, ജാർഖണ്ഡ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ മെട്രോളജി ജാർഖണ്ഡിലെ റാഞ്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ റൂൾ 6മായി നേരിട്ട് ബന്ധമുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസിൽ റൂൾ 6മായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ബി, എല്ലാ പാക്കേജുകളിലും രേഖപ്പെടുത്തേണ്ട കൃത്യമായ നിർദ്ദേശങ്ങളെയും വിവരങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. റൂൾ 6 എന്നത് എല്ലാ പാക്കേജുകളിലും നിർബന്ധമായി രേഖപ്പെടുത്തേണ്ട വിവരങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. റൂൾ 6 പ്രകാരം ഒരു പാക്കറ്റിന്മേൽ രേഖപ്പെടുത്തേണ്ട ഉത്പാദന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് റൂൾ 6 പ്രകാരം ഒരു പാക്കറ്റിന്മേൽ രേഖപ്പെടുത്തേണ്ട ഉത്പാദന വിവരങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, നിർമ്മാണം അല്ലെങ്കിൽ പാക്കിംഗ് അല്ലെങ്കിൽ ഇറക്കുമതിയുടെ മാസവും വർഷവും രേഖപ്പെടുത്തണം. റൂൾ 6 അനുസരിച്ച് പാക്കേജിൽ നിർമ്മാണം, പാക്കിംഗ്, ഇറക്കുമതി ചെയ്ത മാസവും വർഷവും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. പാക്കറ്റിലെ വിൽപ്പന വിലയുമായി ബന്ധപ്പെട്ട് റൂൾ 6 അനുശാസിക്കുന്ന ശരിയായ രീതി ഏതാണ്? പാക്കറ്റിലെ വിൽപ്പന വിലയുമായി ബന്ധപ്പെട്ട് റൂൾ 6 അനുശാസിക്കുന്ന ശരിയായ രീതി. ആൻസർ ഓപ്ഷൻ ബി, എല്ലാ നികുതിയും ഉൾപ്പെടെയുള്ള വിൽപ്പന വില രേഖപ്പെടുത്തണം. അതാണ് MRP. വിൽപ്പന വസ്തുവിൻ്റെ അല്ലെങ്കിൽ പാക്കറ്റിൻ്റെ എല്ലാ നികുതികളും ഉൾപ്പെടെയുള്ള വിൽപ്പന വില പാക്കേജിൽ ഉണ്ടായിരിക്കണമെന്ന് റൂൾ 6 വ്യക്തമാക്കുന്നു. ഭക്ഷ്യയോഗ്യമായ ഇനങ്ങളുടെ പാക്കറ്റുകളിൽ റൂൾ 6 പ്രകാരം നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന വിവരം ഏതാണ്? ഭക്ഷ്യയോഗ്യമായ ഇനങ്ങളുടെ പാക്കറ്റുകളിൽ റൂൾ 6 പ്രകാരം നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട പ്രധാന വിവരം. ആൻസർ ഓപ്ഷൻ ബി, കാലഹരണ തീയതി, എക്സ്പയറി ഡേറ്റ്. ഭക്ഷ്യയോഗ്യമായ ഇനങ്ങളുടെ പാക്കേജുകളിൽ അവയുടെ കാലഹരണ തീയതി നിർബന്ധമായും രേഖപ്പെടുത്തിയിരിക്കണം. ഒരു പാക്കേജിലെ അളവുമായി ബന്ധപ്പെട്ട് റൂൾ 6 അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? സാധനത്തിൻ്റെ ഭാരം അല്ലെങ്കിൽ അളവ് സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ രേഖപ്പെടുത്തണം. ഏകദേശം ഭാരം മാത്രം രേഖപ്പെടുത്തിയാൽ മതി. പ്രാദേശിക അളവ് തൂക്ക യൂണിറ്റുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. അളവ് രേഖപ്പെടുത്തുന്നത് നിർബന്ധമല്ല. ഇതിലേത് പ്രസ്താവനയാണ് റൂൾ 6 പ്രകാരം ശരിയായത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, സാധനത്തിൻ്റെ ഭാരം അല്ലെങ്കിൽ അളവ് സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ രേഖപ്പെടുത്തണം. ഉൽപ്പന്നത്തിൻ്റെ ഭാരമോ അളവോ സ്റ്റാൻഡേർഡ് യൂണിറ്റിലുള്ള ആകെ അളവായി പാക്കറ്റിൽ കാണിച്ചിരിക്കണം. ഒരു പാക്കേജിലെ അളവുമായി ബന്ധപ്പെട്ട് റൂൾ 6 അനുസരിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒരു ഉപഭോക്താവിന് പരാതി ഉണ്ടായാൽ ബന്ധപ്പെടാൻ പാക്കറ്റിൽ നൽകേണ്ട വിവരങ്ങളെക്കുറിച്ച് റൂൾ 6 പറയുന്ന പ്രസ്താവന ഏത്? ബന്ധപ്പെടേണ്ട വ്യക്തിയുടെ, ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ നിർമ്മാതാവിൻ്റെ ഇമെയിൽ വിലാസം, വിവരങ്ങൾ ഉണ്ടായിരിക്കണം. പോലീസ് സ്റ്റേഷൻ്റെ വിലാസം നൽകണം. പരാതി പരിഹരിക്കാനുള്ള വിവരങ്ങൾ ആവശ്യമില്ല. കേസ് ഫയൽ ചെയ്യേണ്ട കോടതിയുടെ പേര് മാത്രം നൽകണം. ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരി? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ബന്ധപ്പെടേണ്ട വ്യക്തിയുടെ, ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ നിർമ്മാതാവിൻ്റെ ഇമെയിൽ വിലാസം, വിവരങ്ങൾ ഉണ്ടായിരിക്കണം. ഉപഭോക്താവിന് പരാതികൾ ഉണ്ടായാൽ ബന്ധപ്പെടാൻ കഴിയുന്ന വ്യക്തിയുടെയോ ഉദ്യോഗസ്ഥൻ്റെയോ നിർമ്മാതാവിൻ്റെയോ ഇമെയിൽ വിലാസം ഉൾപ്പെടെയുള്ളവ പാക്കറ്റിൽ നൽകണം. റൂൾ 7 പ്രധാനമായും താഴെ പറയുന്നവയിൽ ഏതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻസ് എ, പാക്കേജ് നിർമ്മിക്കുന്ന ഫാക്ടറിയുടെ ലൈസൻസ്, പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനൽ, അതിൻ്റെ വിസ്തീർണം, വലിപ്പം, അക്ഷരങ്ങൾ എന്നിവ. റീറ്റെയിൽ വ്യാപാരികളുടെ ലാഭവിഹിതം, പാക്കറ്റിൻ്റെ ആകെ വിപണന നികുതി നിരക്കുകൾ. ഏത് പ്രസ്താവനയാണ് റൂൾ 7 പ്രകാരം കറക്റ്റായിട്ട് വരുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനൽ, അതിൻ്റെ വിസ്തീർണം, വലിപ്പം, അക്ഷരങ്ങൾ എന്നിവ. റൂൾ 7 എന്നത് പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനലുമായി ബന്ധപ്പെട്ട വിസ്തീർണം, വലിപ്പം, അതിലെ അക്ഷരങ്ങൾ തുടങ്ങിയവ കൃത്യമായി നിർവചിക്കുന്ന ഒന്നാണ്. അടുത്തത് അവസാനത്തെ ചോദ്യമാണ്. വളരെ ചെറിയ പാക്കേജുകളുടെ പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനലുമായി ബന്ധപ്പെട്ട് റൂൾ 7 പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്?
വളരെ ചെറിയ പാക്കേജുകൾ ഉദ്ദേശിച്ചത് 5 ക്യൂബിക് സെൻറ്റിമീറ്ററോ അതിൽ കുറവോ കപ്പാസിറ്റി ഉള്ളവ. അതിൻ്റെ പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനലുമായി ബന്ധപ്പെട്ട റൂൾ 7ൽ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനലായി ഒരു കാർഡ് അല്ലെങ്കിൽ ടാപ്പ് ഉപയോഗിച്ച് ആവശ്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് പാക്കേജിൽ കൂട്ടിച്ചേർക്കാം. 5 ക്യൂബിക് സെൻറ്റിമീറ്റർ അതിൽ കുറവോ കപ്പാസിറ്റിയുള്ള പാക്കേജ് ആണെങ്കിൽ പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനലായി ഒരു കാർഡ് അല്ലെങ്കിൽ ടാപ്പ് ഉപയോഗിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തി പാക്കേജിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഓക്കെ, ഇന്ന് ഇത്ര മതി. നമ്മൾ 10 ചോദ്യോത്തരങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ഒരു ഭാഗം കൂടി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ചെറിയൊരു ടോപ്പിക്കായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത് സിലബസിൽ. നമുക്കിനി ഇതിൻ്റെ കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.